എവിടെപ്പോയി കോങ്കോയുടെ മനുഷ്യപ്രതിമ? വൈറൽ ആരാധകനെ തേടി ഫുട്ബോൾ ലോകം. പോർച്ചുഗൽ കോങ്കോ ലോകകപ്പ് മത്സരത്തിന്റെ ഗ്യാലറിയിൽ ഫുട്ബോൾ ലോകം പ്രതീക്ഷിച്ച ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ലുമുംബ വിയ എന്ന പേരിൽ പ്രശസ്തനായ കോങ്കോയുടെ വൈറൽ ആരാധകൻ. കഴിഞ്ഞ വർഷത്തെ അഫ്കോൺ ടൂർണമെന്റിലൂടെയായിരുന്നു ലുമുംബ വിയ ലോകശ്രദ്ധ നേടിയത്. കളിയുടെ മുഴുവൻ സമയം കൈ ഉയർത്തി ഒരു പ്രതിമ പോലെ അനങ്ങാതെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ പിന്തുണാ പ്രകടനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. അധികം വൈകാതെ തന്നെ അദ്ദേഹം കോങ്കോ ഫുട്ബോളിന്റെ ഏറ്റവും തിരിച്ചറിയപ്പെടുന്ന ആരാധക മുഖങ്ങളിലൊന്നായി മാറി. ജമൈക്കയെ തോൽപ്പിച്ച് കോങ്കോ ലോകകപ്പിന് യോഗ്യത നേടിയപ്പോൾ രാജ്യത്ത് നടന്ന ആഘോഷ പരേഡുകളിലും ലുമുംബ വിയ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. പിന്നീട് ലോകകപ്പിനായി അമേരിക്കയിലേക്ക് പോകുന്ന കോങ്കോ സംഘത്തോടൊപ്പം അദ്ദേഹം ഉണ്ടാകുമെന്നാണ് കോങ്കോ ഫുട്ബോൾ വൃത്തങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗലിനെതിരായ കോങ്കോയുടെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ അദ്ദേഹത്തെ കാണാനാകാതിരുന്നതോടെ ആരാധകർക്കിടയിൽ പുതിയ ചോദ്യമുയർന്നു. ലുമുംബ വിയ എവിടെ? കോങ്കോയിൽ എബോള പകർച്ചവ്യാധി നിലനിന്നിരുന്നതിനാൽ അമേരിക്ക ഏർപ്പെടുത്തിയ പ്രവേശന നിയന്ത്രണങ്ങളും നിർബന്ധിത ക്വാറന്റൈൻ നടപടികളുമാണ് അദ്ദേഹത്തിന്റെ യാത്ര വൈകാൻ കാരണമായത്. അതിനാലാണ് കോങ്കോയുടെ ആദ്യ ലോകകപ്പ് മത്സരം അവരുടെ വൈറൽ ആരാധകന്റെ സാന്നിധ്യമില്ലാതെ നടന്നത്. എന്നാൽ അടുത്ത മത്സരങ്ങൾ മുതൽ വിയയും ഗ്യാലറിയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കോങ്കോയുടെ ആദ്യ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര നായകനുമായ പാട്രിസ് ലുമുംബയുടെ പ്രതിമയെ അനുകരിച്ചാണ് അദ്ദേഹം മത്സരങ്ങൾക്കിടെ അനങ്ങാതെ നിന്നത്. ബെൽജിയൻ കോളനി വാഴ്ചയിൽ നിന്ന് കോങ്കോയെ സ്വതന്ത്രമാക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ലുമുംബ സ്വതന്ത്രാനന്തര രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടെ ക്രൂരമായി വധിക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളും സ്വാധീനവും മരണത്തോടെ അവസാനിച്ചില്ലെന്ന സന്ദേശമാണ് ലുമുംബ വിയ തന്റെ പ്രകടനത്തിലൂടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ദേശീയ ചരിത്രത്തോടുള്ള ആദരവും കോങ്കോയുടെ സ്വത്വത്തോടുള്ള അഭിമാനവും പ്രകടിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ വ്യത്യസ്ത പിന്തുണാ പ്രകടനത്തിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ ലുമുംബ വിയ ഒരു സാധാരണ ഫുട്ബോൾ ആരാധകൻ മാത്രമല്ല, മറിച്ച് കോങ്കോയുടെ ചരിത്രം ലോകവേദിയിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതീകമായി മാറിയിരിക്കുകയാണ്.